നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നമ്മൾ കേട്ടതിനേക്കാൾ വിചിത്രമാണ് വെടിനിർത്തലിൻ്റെ പിന്നിലുള്ള കഥകൾ. വെടിനിർത്തൽ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ചത് ഖത്തർ തന്നെ. പശ്ചിമേഷ്യയെ രണ്ടാഴ്ചയോളം മുൾമുനയിൽ നിർത്തിയ ഇസ്രയേൽ ഇറാൻ യുദ്ധം ഒടുവിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെടിനിർത്തൽ സംബന്ധിച്ച് കാര്യങ്ങളിൽ വ്യക്തതയില്ല. ഔദ്യോഗികമായ ഒരു കരാറിൽ ഇരു രാജ്യങ്ങളും ഇതുവരെ ഒപ്പുവെച്ചിട്ടില്ല. എങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നു ഇസ്രയേലും ഇറാനും വെടിനിർത്തലിന് സമ്മതിച്ചുവെന്ന്. ഇസ്രയേൽ ഇനി തങ്ങളെ ആക്രമിച്ചില്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചാക്രമിക്കില്ല എന്ന് ഇറാൻ ഇനി തങ്ങൾക്ക് നേരെ പ്രത്യാക്രമണത്തിനൊരുങ്ങിയില്ലെങ്കിൽ ഞങ്ങളും ആക്രമിക്കില്ല എന്ന് ഇസ്രയേൽ. നിലവിൽ വെടിനിർത്തൽ സംബന്ധിച്ചോ സൈനിക നടപടികൾ അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ചോ യാതൊരുവിധ ഔദ്യോഗിക കരാറുകളുമില്ല. സൈനിക നടപടികൾ പൂർണ്ണമായി നിർത്തിവെക്കുന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനം പിന്നീടെടുക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു താൽക്കാലിക വെടിനിർത്തലാണെങ്കിലും ശാശ്വതമായ വെടിനിർത്തലിലേക്ക് താൻ കാര്യങ്ങൾ എത്തിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപിൻ്റെ അവകാശവാദം. ഒരു വശത്ത് ഖത്തറിൻ്റെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നു. മറുവശത്ത് അതേ ഖത്തറിലുള്ള അമേരിക്കൻ സേനാതാവളത്തിന് നേരെ ഇറാൻ ആക്രമണം നടത്തുന്നു. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വിചിത്രമെന്ന് തോന്നാം. എന്നാൽ കാര്യങ്ങളുടെ മറുപുറം അതിവിചിത്രമാണ്. മധ്യസ്ഥ ശ്രമങ്ങളുമായി ഖത്തർ മുന്നോട്ട് പോകുമ്പോൾ ഖത്തറിനെ ഔദ്യോഗികമായി തന്നെ അറിയിച്ച് ഇറാൻ അമേരിക്കൻ വ്യോമതാവളത്തിന് നേർക്ക് ആക്രമണം നടത്തുന്നു. ഇറാൻ ആക്രമിക്കാൻ പോകുന്നുവെന്ന വിവരം അമേരിക്കയ്ക്കും നേരത്തെ ലഭിക്കുന്നു. അതനുസരിച്ച് ആ വ്യോമതാവളത്തിലുള്ള സേനാംഗങ്ങളെ മുഴുവൻ അമേരിക്ക മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി ശക്തമായ വ്യോമപ്രതിരോധമൊരുക്കുന്നു. അങ്ങനെ ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകൾ ഒന്നൊന്നായി വെടിവെച്ചിട്ടു. ഏറ്റവും ദുർബലമായ ആക്രമണമാണ് ഇറാൻ അമേരിക്കൻ വ്യോമതാവളത്തിന് നേരെ നടത്തിയതെന്ന പരിഹാസവുമായി തൊട്ടുപിന്നാലെ ഡൊണാൾഡ് ട്രംപ്. ഇറാൻ സമാധാനത്തിൻ്റെ പാതയിലേക്ക് വരണമെന്ന് ആഹ്വാനം നടത്തുന്നതും ട്രംപ് തന്നെ. ഇതിനെ തുടർന്ന് അതേ വേളയിൽ ട്രംപ് പറയുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ ധാരണയായി എന്ന്. ആളപായമില്ലാത്ത, ആർക്കും പരിക്കേൽക്കാത്ത, യാതൊരുവിധ നാശനഷ്ടവും ഉണ്ടാക്കാത്ത ഒരാക്രമണം. ഇത് ഇറാൻ ഭരണകൂടത്തിൻ്റെ മുഖം രക്ഷിക്കാനുള്ള ഒരു നാടകം മാത്രമായിരുന്നു. ആത്യന്തികമായി ഇസ്രയേൽ വിജയം കണ്ട ഒരു യുദ്ധമാണ് ഇപ്പോൾ കടന്നുപോയിരിക്കുന്നത്. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ മാത്രമല്ല, ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകൾക്കും ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾക്കും ശക്തമായ പ്രഹരമേൽപ്പിച്ചു ഇക്കുറി ഇസ്രയേൽ തുടങ്ങിവെച്ച യുദ്ധത്തിലേക്ക് അമേരിക്കയെ കൗശലപൂർവ്വം കൊണ്ടുവന്നിടാനും നെതന്യാഹുവിന് കഴിഞ്ഞു. അമേരിക്കയുടെ B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് 30,000 പൗണ്ട് ഭാരമുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ഇറാൻ്റെ ആണവ കേന്ദ്രത്തിന് നേർക്ക് അമേരിക്ക പ്രയോഗിച്ചത്. ഈ യുദ്ധത്തിൽ അമേരിക്കയെ ഉൾപ്പെടുത്താൻ കഴിഞ്ഞത് തന്നെയാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ വിജയം. അമേരിക്കയുടെ അതിശക്തമായ ആക്രമണത്തിൽ തകർന്നു നിന്ന ഇറാൻ വ്യോമതാവളത്തിന് നേർക്ക് ആക്രമണം നടത്തിയത് മുഖം രക്ഷിക്കാൻ വേണ്ടി മാത്രം. ഖത്തറിലെ US താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ പ്രത്യാക്രമണങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് ഇറാനുമായുള്ള വെടിനിർത്തൽ കരാറായി എന്ന ട്രംപിൻ്റെ പ്രഖ്യാപനം. ഇതിൽ നിന്ന് തന്നെ ഈ ആക്രമണം വെറും നാടകമായിരുന്നുവെന്ന് ലോകത്തിന് മനസ്സിലായി. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനി ഇറാൻ നേതൃത്വവുമായി ചർച്ച ചെയ്ത് കാര്യങ്ങൾ ധാരണയിലെത്തിച്ചുവെന്നാണ് ട്രംപ് പറഞ്ഞത്. ഇറാൻ ആക്രമണം അവസാനിപ്പിക്കണമെന്ന വ്യവസ്ഥയിൽ ഇസ്രയേൽ വെടിനിർത്തലിന് സമ്മതിച്ചുവെന്ന് വൈറ്റ് ഹൗസ് തുടർന്ന് വ്യക്തമാക്കി. സമാനമായ പ്രതികരണം പിന്നീട് ഇറാൻ്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നു. വെടിനിർത്തലിലേക്ക് ട്രംപ് തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചത്. ആദ്യം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായി ട്രംപ് ചർച്ച നടത്തുന്നു. വെടിനിർത്തലിന് ഇസ്രയേൽ തയ്യാറാണ് എന്ന് നെതന്യാഹു ട്രംപിനെ അറിയിക്കുന്നു. ഇസ്രയേൽ തങ്ങളുടെ ആക്രമണങ്ങളിൽ പൂർണ്ണ വിജയം കണ്ട സ്ഥിതിക്ക് ഇനി വെടിനിർത്തൽ തന്നെയാണ് നല്ലത് എന്ന് ഇസ്രയേലിനും അമേരിക്കയ്ക്കും ബോധ്യപ്പെട്ടു. ഈ ആക്രമണത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ അമേരിക്കയ്ക്കും ഇസ്രയേലിനും താൽപ്പര്യമില്ല എന്നതാണ് വ്യക്തം. ഇറാൻ്റെ ആണവ പദ്ധതികളും ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളുമൊക്കെ ആക്രമിച്ച് തകർക്കുക എന്ന ലക്ഷ്യമൊഴിച്ചാൽ മറ്റു തലങ്ങളിൽ വലിയ ലക്ഷ്യമുണ്ടായിരുന്നില്ല ഇസ്രയേലിന് പോലും. ഈ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ ഇറാനിലെ ഭരണകൂട മാറ്റത്തെക്കുറിച്ച് യാതൊരുവിധ പ്രതികരണവും ഇസ്രയേൽ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അലി ഖമനേയെ വധിക്കാനുള്ള സാഹചര്യം തങ്ങൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നുവെന്ന് ഇസ്രയേൽ വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ലോകത്തോട് പറഞ്ഞത്. അലി ഖമനേയെ വധിക്കാനുള്ള പദ്ധതി ഇസ്രയേലിന് മുന്നിലുണ്ടായിരുന്നു.
എന്നാൽ അതിന് താൻ അനുമതി കൊടുത്തില്ല എന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. പിന്നീട് അലി ഖമനേയെ വധിക്കുമെന്ന ഉറച്ച നിലപാടിലേക്ക് നെതന്യാഹു കടന്നു. ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് ഇറാൻ ഭരണകൂടത്തിന് ബോധ്യപ്പെട്ടു. ബങ്കറിലൊളിച്ച അലി ഖമനേയെ സംബന്ധിച്ച് പുറത്തേക്കിറങ്ങിയാൽ ഇസ്രയേൽ തകർത്ത് കളയുമെന്ന് അദ്ദേഹത്തിന് വ്യക്തതയുണ്ട്. ഒടുവിൽ 12 ദിവസത്തെ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ടാണ് പൂർണ്ണവും ശാശ്വതവുമായ വെടിനിർത്തലിലേക്ക് തങ്ങൾ എത്തി എന്ന് ട്രംപ് പ്രഖ്യാപിച്ചത്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് വാഷിംഗ്ടൺ നടത്തിയ അത്യപൂർവമായ ആക്രമണം, അതിന് വേദിയൊരുക്കിയതാവട്ടെ ഇസ്രയേൽ തന്ത്രവും. ചൊവ്വാഴ്ച കരാർ നിലവിൽ വരുന്നതിന് തൊട്ടു മുൻപ് 6 മണിക്കൂറിനുള്ളിൽ ഇസ്രയേലും ഇറാനും അന്തിമ പോരാട്ടം നടത്തുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ആദ്യം ആക്രമണം അഴിച്ചുവിടുന്നത് ഇറാനായിരിക്കുമെന്നും തുടർന്ന് ഇസ്രയേൽ അതിശക്തമായ ആക്രമണത്തിലൂടെ ടെഹ്റാനെ ചുട്ടരിക്കുമെന്നും പറഞ്ഞ ട്രംപ് മണിക്കൂറുകൾക്കുള്ളിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു. ഇത്തരം പ്രസ്താവനകൾ ഇറാനുമേൽ ശക്തമായ സമ്മർദ്ദത്തിനായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് പിന്നീട് ട്രംപ് നടത്തിയ പ്രസ്താവനകൾ വിലയിരുത്തുമ്പോൾ ലോകത്തിന് മനസ്സിലാവുന്നത്. ഇറാൻ വെടിനിർത്തൽ ആരംഭിക്കും, 12-ാം മണിക്കൂറിൽ ഇസ്രയേൽ വെടിനിർത്തൽ ആരംഭിക്കും, 24-ാം മണിക്കൂറിൽ 12 ദിവസത്തെ യുദ്ധത്തിന് ഔദ്യോഗിക അന്ത്യം കുറിക്കും. ഇതായിരുന്നു ട്രംപ് തൻ്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കുറിച്ചത്. ആദ്യഘട്ടത്തിൽ ഇത്തരമൊരു വെടിനിർത്തൽ കരാർ തള്ളിക്കളഞ്ഞ ഇറാൻ പക്ഷെ തൊട്ടുപിന്നാലെ കരാറിന് സമ്മതിച്ചുവെന്ന് ഒരു മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥൻ്റെ വെളിപ്പെടുത്തൽ പുറത്തുവന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പിന്നീട് ഇപ്പോൾ ഒരു തരത്തിലുമുള്ള വെടിനിർത്തലിനോ സൈനിക പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നതിനോ ഒരു കരാറും നിലവിൽ വന്നില്ല എന്ന് തറപ്പിച്ചു പറഞ്ഞു. എന്നിരുന്നാലും ഇസ്രായേൽ ഉടൻ തന്നെ ആക്രമണം നിർത്തിയാൽ ഇസ്ലാമിക് റിപ്പബ്ലിക് കൂടുതൽ ആക്രമണങ്ങൾ നടത്തില്ല എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. അമേരിക്കയും ഖത്തറും മധ്യസ്ഥത വഹിച്ചാണ് വെടിനിർത്തൽ നടപ്പിലാക്കിയത് എന്ന് വൈറ്റ് ഹൗസിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അംഗീകാരത്തിന് വിധേയമാണ് ഇത്തരമൊരു വെടിനിർത്തൽ ധാരണയെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. നെതന്യാഹുവുമായി സംസാരിച്ചതിന് ശേഷം ട്രംപ് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയെ വിളിച്ച് ഇറാനെ വിഷയത്തിൽ ഇടപെടാൻ ആവശ്യപ്പെട്ടു. ഖത്തറിലുള്ള അമേരിക്കൻ വ്യോമതാവളത്തിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയതിന് തൊട്ടുപിന്നാലെ കൂടുതൽ ആക്രമണങ്ങളിൽ തങ്ങൾക്ക് താൽപ്പര്യമില്ല എന്ന് ടെഹ്റാൻ ഖത്തർ വഴി യുഎസിന് സന്ദേശം കൈമാറിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഇറാന്റെ ആക്രമണത്തിന് തങ്ങൾ പ്രതികാരം ചെയ്യില്ല എന്ന് വൈറ്റ് ഹൗസ് വ്യക്തമാക്കിയത്. ദുർബലമായ ഈ ആക്രമണത്തിന് എന്തിന് പ്രതികാരം ചെയ്യണം എന്നതായിരുന്നു ട്രംപിന്റെ വിശദീകരണം. ഇറാൻ ആണവ പദ്ധതിക്കെതിരെ വാഷിംഗ്ടൺ നടത്തിയ തീവ്രമായ ആക്രമണത്തിന് ശേഷം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന്റെ പക്കലുണ്ടോ എന്ന സംശയം ലോകരാജ്യങ്ങൾക്ക് ശക്തമാണ്. 400 കിലോഗ്രാം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന്റെ പക്കലുണ്ട്. അവർ സുരക്ഷിത താവളങ്ങളിലേക്ക് ഈ യുറേനിയം മാറ്റിയിരുന്നു എന്ന തലത്തിൽ ചില വാർത്തകൾ ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകളായുണ്ട്. ഈ സമ്പുഷ്ട ഇന്ധനത്തെ ആണവായുധമാക്കി മാറ്റാൻ ഇനി ഇറാന് കഴിയും. അതും മാസങ്ങൾക്കുള്ളിൽ അവർ തങ്ങളുടെ ലക്ഷ്യം കൈവരിക്കുമെന്ന ഭയം ഇപ്പോഴും ഇസ്രായേലിനുമുണ്ട്. അതുകൊണ്ടാണ് അമേരിക്കൻ ആക്രമണത്തിന് ശേഷവും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നിരവധി ആക്രമണങ്ങൾ ഇസ്രായേൽ തുടർന്നതും. ഇറാന്റെ പക്കൽ 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടെങ്കിലും അത് 90% അല്ലെങ്കിൽ അതിൽ കൂടുതൽ സമ്പുഷ്ടമാക്കാനുള്ള കഴിവില്ലെങ്കിൽ അതൊരു ആണവായുധമാക്കി മാറ്റാനുള്ള കഴിവുണ്ടാകില്ല എന്ന വിലയിരുത്തലും ഇപ്പോൾ ഇസ്രായേലിൻ്റെ പക്കലുണ്ട്. അതാണ് ദൗത്യ വിജയം. ഇതുകൊണ്ടാണ് ഇറാന്റെ ആണവ പദ്ധതി തങ്ങൾ നശിപ്പിക്കുന്നു എന്ന് ഇസ്രയേൽ അവകാശമുന്നയിക്കുന്നതും. ജൂൺ 13-ാം തീയതി മുതൽ ഇസ്രയേൽ തുടങ്ങിവെച്ച ആക്രമണങ്ങളെയും അതിനെ തുടർന്ന് ഇറാന്റെ ആണവ പദ്ധതിക്കുണ്ടായ നാശനഷ്ടങ്ങളുടെയും കൃത്യമായ വ്യാപ്തി ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇറാന്റെ ബാലിസ്റ്റിക് ശക്തിയെ സംബന്ധിച്ചിടത്തോളം അത് നശിപ്പിക്കപ്പെട്ടു എന്ന് തന്നെയാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത്. യുദ്ധത്തിൽ ഇറാൻ ഒട്ടും മിടുക്കരല്ല എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തതിന് ശേഷം ഇറാനെ മുട്ടുകുത്തിച്ച് ഒരു വെടിനിർത്തൽ ധാരണയിലെത്തിച്ച കഥയാണ് ട്രംപ് പറയുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, ഇറാന്റെ വ്യോമ പ്രതിരോധ ദുർബലാവസ്ഥ ലോകത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞു. ഇറാൻ ആകാശം പൂർണ്ണമായി കൈവശപ്പെടുത്തിയ ഇസ്രയേൽ ഇപ്പോഴും വ്യോമ മേധാവിത്വം തുടരുന്നു. ഇറാന്റെ മണ്ണിൽ എവിടെ വേണമെങ്കിലും തങ്ങൾക്ക് നിഷ്പ്രയാസം ആക്രമണങ്ങൾ നടത്താനും ബോംബ് വർഷിക്കാനും കഴിയും എന്ന ഭയം ഇറാൻ ജനതയിൽ സൃഷ്ടിക്കാൻ ഈ ആക്രമണങ്ങളിലൂടെ ഇസ്രയേലിന് കഴിഞ്ഞു. ഇസ്രയേലിലെ നഗരങ്ങളിലേക്ക് തൊടുക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളിൽ നിരവധി നാശനഷ്ടങ്ങൾ സംഭവിച്ചുവെങ്കിലും ഇതൊക്കെ തങ്ങൾ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതാണ് എന്ന് തുടക്കം മുതൽ ഇസ്രയേൽ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നു.
ലക്ഷ്യം കണ്ടതിന് ശേഷമാണ് ഇസ്രയേൽ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നത് എന്ന് വ്യക്തം. ട്രംപിൻ്റെയും നയം നമ്മളിവിടെ എടുത്ത് പരാമർശിക്കേണ്ടിയിരിക്കുന്നു. ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും സംഭവിച്ചത് ഇറാനിൽ സംഭവിക്കരുത് എന്ന് ട്രംപ് കണക്കുകൂട്ടി. ലിബിയയുടെ ഗതി ഇറാൻ ഉണ്ടാവരുത് എന്നും ട്രംപ് നിഷ്കർഷിച്ചു. ഇറാൻ്റെ ഭരണമാറ്റം ഒരുപക്ഷെ ഇസ്ലാമിക് തീവ്രവാദികളുടെ കൈകളിലേക്ക് രാജ്യം കൊണ്ടുചെന്നെത്തിക്കുന്നതിൽ കലാശിക്കുമെന്നും ട്രംപ് കണക്കുകൂട്ടി. അലി ഖമനേയെ സ്ഥാനഭ്രഷ്ടനാക്കണം എന്ന വാശി തുടക്കം മുതൽ ട്രംപിനില്ലായിരുന്നു. എന്നാൽ തങ്ങളുടെ വഴിയിൽ സമ്മർദ്ദങ്ങൾ കൊണ്ട് അലി ഖമനേയെ വീഴിച്ചെടുക്കണമെന്നാണ് ട്രംപ് കണക്കുകൂട്ടിയതും ട്രംപിൻ്റെ നീക്കങ്ങളും. പൂർണ്ണ വിജയം അവകാശപ്പെടാൻ നെതന്യാഹുവിന് മാത്രമാണ് ഇവിടെ കഴിയുന്നത്. നെതന്യാഹുവിൻ്റെ പച്ചക്കൊടിയിലാണ് ഏറ്റവും ഒടുവിൽ ഒരു വെടിനിർത്തൽ യാഥാർത്ഥ്യമാകുന്നതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.